ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഒട്ടും ശരിയാവാത്ത ഒരു ഐറ്റാണ് മന്തി. ടോട്ടൽ 4 തവണ ഉണ്ടാക്കിയിട്ട് 4 തവണയും ഫ്ലോപ്പായി പോയത് കൊണ്ട് തന്നെ മന്തി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറേ ഇല്ല. പക്ഷേ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണല്ലോ. ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടി ഉണ്ടാക്കി നോക്കാൻ തീരുമാനിച്ചു. അപ്പൊ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 2 പീസ് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ചെറിയ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് വേണം, അങ്ങനെ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മന്തി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ലെമണോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പൊ എൻ്റെ അടുത്ത് ഫുഡ് കളർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ബേ ലീഫും പിന്നെ ഡ്രൈ ലെമണും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഒരു കാര്യം, കത്തിയോ ഫോർക്കോ ഉപയോഗിച്ച് ചിക്കൻ ഒന്ന് മെല്ലെ കുത്തി നോവിച്ചിട്ട് വേണം ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് കുക്കാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് ബേ ലീവ്സും ഡ്രൈ ലെമണും പിന്നെ ആവശ്യത്തിന് ഉപ്പും സ്പൈസസും ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ 3/4 ഭാഗം വെന്ത റൈസ് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ്റെ ഗ്രേവി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ റൈസിൻ്റെ ഓരോ ലെയറിലും ചിക്കൻ്റെ ഗ്രേവി കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്തിനാണെന്നൊന്നും അറിയില്ല, പച്ചമുളക് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടി കുറച്ച് കനൽ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 1/4 മണിക്കൂർ ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല അടിപൊളി മന്തി റെഡിയായി. അപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നില്ല, മന്തി അടിപൊളിയായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.